ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മീൻകറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്കിന്നിവിടെ കിട്ടിയിരിക്കുന്ന വേളൂരി മീനാണ്. അപ്പം ഞാൻ ഓർത്ത് പകുതി കറി വെക്കാം, പകുതി വറക്കാമെന്ന്. അപ്പോൾ കറി തേങ്ങ അരച്ച് നമ്മൾ നല്ല കുട്ടനാട് സ്റ്റൈലിൽ മീൻ കറി വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ തേങ്ങയിലേക്കൊരു 4 ചുള ചുവന്നുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ എരിവ് എത്ര വേണം അത്ര അനുസരിച്ച് ചേർക്കാം. ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പം അത് അരച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി അരപ്പ് നമ്മൾ ചേർക്കാൻ പോവാണ്. അരപ്പിനകത്തേക്ക് വേണ്ടുന്ന സാധനങ്ങൾ: ഉപ്പ്, പിന്നെ പുളി ഞാൻ എടുത്തിരിക്കുന്ന കുടംപുളിയാണ്. ഞാനൊരു 3 ചുള പുളി ഇടുന്നുണ്ട്. ചില നാട്ടിലൊക്കെ പിഴുപുളി, പെണംപുളി, ഇരുമ്പുളി അങ്ങനെയൊക്കെ ഇടാറുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കുടംപുളി ഇട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതേപോലെ ഞാനൊരു 4 വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് ഇത്ര ഇടുന്നതിൻ്റെ കാര്യം, എനിക്ക് ഈ മീൻ കറിയിലൊക്കെ കിടക്കുന്ന ചാറിൻ്റെ കൂടെ ഒക്കെ കിട്ടുന്ന മുളകില്ലേ, ആ മുളകൊക്കെ ചോറിനകത്ത് ഞെരടിയിട്ട് ചോറ് കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. മീൻ കഷ്ണങ്ങളൊന്നും വേണമെന്നില്ല, ആ മുളക് മാത്രം മതി എനിക്ക് ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ ഇത്രയും മുളക് ഞാൻ അതിൽ ഇടുന്നതിൻ്റെ ഉദ്ദേശം അതൊന്ന് മാത്രമാണ്. അപ്പം ഞാൻ അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണേ. ഞാനപ്പോൾ ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നില്ല. വേളൂരി മീൻ എന്ന് വെച്ചാൽ ഒരു ദശക്കട്ടി കുറവുള്ള മീനാണ്, നത്തോലി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ അരപ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ട് മീൻ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം മീൻ പൊടിഞ്ഞു പോവില്ല, നമുക്ക് പൊടിഞ്ഞു പോകാതെ കിട്ടും. അല്ലെങ്കിൽ ആദ്യം മുതലേ കറിയിൽ കിടന്ന് മീൻ നന്നായിട്ട് തിളച്ച് മീനങ്ങ് പൊടിഞ്ഞു പോകും. നമ്മുടെ കറി നന്നായിട്ട് പാകത്തിന് തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു പകുതി ഭാഗം വറ്റിയിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകൊക്കെ വെന്ത തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇനി മീൻ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണയോ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല, ഞാൻ പച്ച വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. കാര്യം ഇതൊന്നും ഇല്ലാതെ തന്നെ ഈ കറി നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും, നല്ല കറിയാണ്. അപ്പം നമ്മുടെ കറി ഒന്നും കൂടി തിളച്ച് വറ്റി വരുന്നുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തു. വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, ഒന്ന് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് ചട്ടി. അപ്പോൾ ഈ മീൻ കറി എല്ലാവരും ട്രൈ ചെയ്യണം. ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ അടിപൊളി കറിയാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.